ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന വിജയകരമായിട്ട് ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന 6 ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഞായറാഴ്ച ദിവസത്തെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മെഗാസ്റ്റാർ മമ്മൂക്കിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജി കൈലാസ് 2000 അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു വെടിയേട്ടൻ എന്ന് പറയുന്ന സിനിമ. ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണം വാരി ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ ചിത്രം 2024 വീണ്ടും 24 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തിയപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വെടിയേട്ടന്റെ 3-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട്, അതായത് ഞായറാഴ്ചത്തെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 14 ലക്ഷം രൂപ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കി. ചിത്രം ഇതിനോടൊപ്പം തന്നെ 3 ദിവസം കൊണ്ട് 38 ലക്ഷം രൂപ സ്വന്തമാക്കി വിജയ കുതിപ്പ് തുടരുകയാണ്. ഇതൊക്കെയാണ് ചിത്രം 1 കോടി അടിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നവംബർ മാസം തിയേറ്ററിലെത്തിയിട്ടുണ്ടെന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണ് ഹലോ മമ്മി എന്ന് പറയുന്ന ഷറഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി ചിത്രമായിരുന്നു. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന വൈശാഖ് ഏജൻസ് ആയിരുന്നു. നവംബർ മാസം 21-ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രം വിജയകരമായിട്ടുള്ള 2 ആഴ്ച പ്രദർശന വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രം 11-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 72 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കി മികച്ച വിജയത്തിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രം 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് 4 കോടി 7 ലക്ഷം രൂപ ഇതിനോടൊപ്പം തന്നെ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു സക്സസിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നവംബർ മാസം 22-ാം തീയതി തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെയുള്ള നവംബർ മാസത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുകയാണ് ഈ ഒരു ചിത്രം. ബസിൽ ജോസഫ്, നസ്രീൻ നസീം തുടങ്ങിയവരാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായത്. MC ജിതിനാണ് ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. ചിത്രം ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. 10-ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 2.5 കോടിക്ക് അടുത്തുള്ള തുക കളക്ട് ചെയ്തപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 2 കോടി 75 ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം 33 കോടി സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയുള്ള ഒരുപക്ഷെ പുഷ്പയുടെ വൻ വിജയം ചിത്രത്തിന് ഒരു പരിക്കായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിത്രം നിസ്സാരമായിട്ടും 50 കോടി കടക്കും നമുക്ക് പ്രതീക്ഷിക്കാം. നവംബർ മാസം തിയേറ്ററിലെത്തി വൻ പരാജയമായിട്ട് മാറിയ മറ്റൊരു ചിത്രം നോക്കിയാണ് സൂര്യ കേന്ദ്ര കഥാപാത്രത്തെ കങ്കുവ എന്ന് പറയുന്ന സിനിമയാണ്. സൂര്യ ഡബിൾ റോളിൽ എത്തിയ ചിത്രത്തിൽ ദിഷ പട്ടാണി, ബോബി ഡിയോൾ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചിരുത്തൈ സിവിയായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ട്. നവംബർ മാസം 14-ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രം ഇപ്പോൾ 18-ാം ദിവസമായിട്ട് കിടന്നപ്പോൾ ബോക്സ് ഓഫീസിൽ അടി പതർന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ഞായറാഴ്ച ദിവസം 18-ാം ദിവസം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 32 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ 18 ദിവസത്തെ സ്കാനിംഗും പുറത്തുവിടുന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ചിത്രം ഏകദേശം 105 കോടി 3 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 350 കോടിയോളം ബഡ്ജറ്റ് വരുന്ന ചിത്രം ഇതിനോടൊപ്പം ഒരു സൂര്യയുടെ കരിയറിലെ മാത്രമല്ല തമിഴ് ഇൻഡസ്ട്രിയിൽ ഇതിനെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ മൂവിയായിട്ട് മാറിയിട്ടുണ്ട്. ഒക്ടോബർ മാസം 31-ാം തീയതി ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലെത്തിയിട്ടുണ്ടെന്ന തമിഴ് ചിത്രമായിരുന്നു. ശിവകാർത്തികൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ അമരൻ എന്ന് പറയുന്ന സിനിമ തമിഴ് ഇൻഡസ്ട്രിയെ മാത്രമല്ല ശിവകാർത്തികന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയത്തിലോട്ട് ചിത്രം നീങ്ങിയിരിക്കുകയാണ്. 300 കോടി മറികടന്ന കാര്യം നമ്മൾ അറിയിച്ചിട്ടുള്ളായിരുന്നു. ചിത്രത്തിൽ ശിവകാർത്തികനൊപ്പം തന്നെ സായി പല്ലവി നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാജ്കുമാർ പെരിയസ്വാമിയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രം വിജയകരമായിട്ടുള്ള 31 ദിവസങ്ങൾ പിന്നിട്ടിരിക്കണം. 31-ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 2 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ വിജയക്കുതിപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം. 326 കോടിക്ക് മുകളിൽ ചിത്രം ഇതിനോട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രം ഫൈനൽ 350 കോടി നേടുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിലൂടെ കണ്ടു തന്നെ അറിയാം. ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലെത്തിയിട്ടുണ്ടെന്ന മറ്റൊരു ചിത്രമാണ് ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രത്തെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം OTT റിലീസിന് ശേഷം ഇപ്പോഴും വിജയകരമായിട്ട് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി ചൗധരി നായികയായിട്ട് എത്തിയ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന വെങ്കി അറ്റൂരിയായിരുന്നു. ചിത്രം വിജയകരമായിട്ടുള്ള 31 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 31-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് 45 ലക്ഷം രൂപ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 31 ദിവസം കൊണ്ട് 112 കോടി 27 ലക്ഷം രൂപ സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അടുത്ത ആഴ്ചയാണ് പുഷ്പയുടെ റിലീസ്, അതായത് ഈ വരുന്ന വ്യാഴാഴ്ച. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചിത്രങ്ങൾക്കെല്ലാം തന്നെ വലിയ തിരിച്ചടിയാവും. ഇന്ത്യയിൽ ഏകദേശം 3/4 തിയേറ്ററുകൾ 90% തിയേറ്ററുകളിൽ പുഷ്പയുടെ റിലീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രങ്ങളെല്ലാം തന്നെ വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന ചിത്രങ്ങൾക്കെല്ലാം തന്നെ പുഷ്പയ്ക്ക് ഒരു ഹൈ പോസിറ്റീവ് റിവ്യൂ എന്ന വലിയ തിരിച്ചടിയായിട്ട് മാറും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് കാത്തിരിക്കാം പുഷ്പയ്ക്കായിട്ട്. അതോടൊപ്പം ഈ ഒരു സിനിമകളുടെയൊക്കെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കുമായിട്ട്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വരും ദിവസങ്ങളെ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകളും ആകും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.